ജബഡോഗസിലേക്ക് സ്വാഗതം. ഇപ്പം വിജയിൻ്റെ ഗോട്ടിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ എല്ലാ ആൾക്കാരും ആ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞ് കാണും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വിജയ് പടത്തിൻ്റെ ഒരു ട്രെയിലർ ഏത് രീതിയിലാണോ നമ്മൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിൽ തന്നെ ഇറക്കിയിട്ടുണ്ട് എന്നതാണ്. ഇനി ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഏകദേശ കഥയെക്കുറിച്ചിട്ടൊരു ധാരണ നമുക്ക് കിട്ടും എന്നതാണ്. അതായത് ഒരുപക്ഷെ ഇതൊരു രണ്ട് കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടൊക്കെ തന്നെയായിരിക്കാം നമ്മളെ മുമ്പിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് വിജയിൻ്റെ ആ ഒരു ഡി-ഏജിങ് ലുക്കൊക്കെ കാണുമ്പോൾ. പിന്നെ വെങ്കട് പ്രഭു ആയതുകൊണ്ട് തന്നെ ടൈം ലൂപ്പും കാര്യങ്ങളൊക്കെ കയറി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന പടം എന്നുള്ളത് മാനാടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റിൻ്റെ ഒക്കെ ഒരു ചുവട് പിടിച്ചിട്ടായിരിക്കും ഈ ഒരു സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ടാകുക എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം വിജയിൻ്റെ അവസാനത്തെ സിനിമയായിട്ടുള്ള ലിയോ, അപ്പം അത് പ്രഖ്യാപിച്ചത് മുതൽ അത് ഇറങ്ങുന്ന ആ ഒരു ഡേറ്റ് വരെ ആ ഒരു സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഹൈപ്പ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അപ്പം ഏകദേശം അതിന് സമാനമായിട്ടുള്ള ഹൈപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗോട്ടിൻ്റെ തുടക്കത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിന് കാരണം വിജയിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവേശനം, അതേപോലെ തന്നെ ഒരുപക്ഷെ ഈ ഒരു സിനിമയായിരിക്കാം അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാനം എന്നുള്ള ഒരു രീതിയിലുള്ള അഭ്യൂഹങ്ങൾ. പിന്നെ വെങ്കട് പ്രഭുവായിട്ട് ഒരുമിക്കുന്നു എന്നുള്ള പ്രത്യേകതയൊക്കെ, ആ ഒരു പ്രത്യേകത കൊണ്ടൊക്കെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ച ഹൈപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. പക്ഷേ കുറേ കഴിയുമ്പോൾ ആ ഒരു ഹൈപ്പ് എന്താ പറയുക താഴ്ന്നു വരികയാണ് ചെയ്യുന്നത്. അതിനൊരു പക്ഷേ ഒരു കാരണം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നത് ഈ ഒരു സിനിമയുടെ പാട്ടുകളും കാര്യങ്ങളൊക്കെ വേണ്ടത്ര രീതിയിൽ ആൾക്കാരെ പിടിച്ചിരുത്തുന്നില്ല എന്നുള്ള തോന്നലുകൾ ഒക്കെ കൊണ്ടായിരിക്കാം. അതേപോലെ തന്നെ വിജയുടെ ആ ഒരു ഡി-ഏജിങ് ലുക്ക്, അതും ആൾക്കാർക്ക് അത്രയ്ക്ക് ദഹിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ട്രെയിലർ ഇറങ്ങുമ്പോൾ കഥയാകെ മാറുകയാണ്. വീണ്ടും ആ ഒരു ഹൈപ്പിലേക്ക് തന്നെ ഈ സിനിമ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഹൈപ്പിനോട് എത്രമാത്രം നീതി പുലർത്തി എന്നറിയണമെങ്കിൽ ഇത് തിയേറ്ററിൽ തന്നെ പോയിട്ട് ആ റിലീസാകുന്ന ഡേറ്റിൽ തന്നെ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തൊക്കെ നെഗറ്റീവും കാര്യങ്ങളും ഉണ്ടാകുകയാണെങ്കിൽ പോലും, അതായത് വിമർശനങ്ങളും ട്രോളുകളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ പോലും, വിജയ് ഒരു ചിത്രം ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ആരാധകർക്ക് വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ പൾസ് അറിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ ഒരു സിനിമയിൽ വെങ്കട് പ്രഭു ഒരുക്കി വെക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം തന്നെ ട്രെയിലർ അനൗൺസ്മെൻറ്റിൻ്റെ ഇടയിൽ ഒരാൾ ചോദിക്കുകയുണ്ടായി വെങ്കട് പ്രഭുവിനോട്. അതായത് നമുക്ക് ഈ ഒരു ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് റെഫറൻസുകൾ ഈ സിനിമയിൽ കയറി വരുന്നുണ്ട്. അതായത് വിജയുടെ മുമ്പത്തെ ഉള്ള സിനിമകളുടെ ഡയലോഗ്, മങ്കാത്തയിലെ ഡയലോഗ്, അങ്ങനെ നോക്കുമ്പോൾ ഈ വെങ്കട് പ്രഭുവിൻ്റെ തൊട്ട് മുമ്പുള്ള സിനിമകളുടെ ഡയലോഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പുതിയൊരു ട്രെൻഡ് സെറ്റിനൊപ്പം പോകാതെ പഴയ ട്രെൻഡ് സെറ്റായിട്ടുള്ള ഡയലോഗുകൾ പിടിച്ചിരിക്കുന്നു എന്ന് വെങ്കട് പ്രഭുവിനോട് ചോദിച്ചപ്പം അത് ആരാധകർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളായിട്ടാണ് ഈ ഒരു സിനിമയിൽ അതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ട്രെയിലറിൽ റിവീൽ ചെയ്യണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ നമ്മളത് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ലെവൽ കുറഞ്ഞു പോവുക എന്നൊക്കെയുള്ള ഒരു സംശയമുണ്ട്. പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചത്, ഇത് 2019 ഇറങ്ങിയ ജെമിനി മാൻ എന്ന് പറയുന്ന, അതായത് വിൽ സ്മിത്തിൻ്റെ ജെമിനി മാൻ എന്ന് പറയുന്ന സിനിമയുടെ റീമേക്ക് ആണോ എന്നതാണ്. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗോട്ട് എന്ന് പറയുന്ന സിനിമ കാണും, എന്നിട്ട് തീരുമാനിക്കൂ ഇത് ജെമിനി മാൻ്റെ റീമേക്ക് ആണോ അല്ലയോ എന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അല്ല എന്നാണ്. ഇതേപോലുള്ള ഒരു ചോദ്യം അദ്ദേഹം ചെന്നൈ നഗരം പാർട്ട് 2 ഇറങ്ങുമ്പോൾ അദ്ദേഹം നേരിട്ടിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അത് ഹാങ് ഓവറിൻ്റെ 2ാം ഭാഗമാണ് എന്ന് ആൾക്കാരിങ്ങനെ ഒരു അഭ്യൂഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം സിനിമ കഴിയുമ്പോൾ, അതായത് കണ്ടു കഴിയുമ്പോൾ ഹാങ് ഓവറായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം വായിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയായിരിക്കും ഈ ഒരു ഗോട്ടിൻ്റെ കാര്യത്തിലും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു ജെമിനി മാൻ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കും. എന്തായാലും എല്ലാവരെ പോലെയും ഞാനും എക്സൈറ്റഡ് ആണ്. എന്തായാലും തിയേറ്ററിൽ നിന്ന് തന്നെ ഈ ഒരു സിനിമയുടെ
വിധി എന്താണെന്ന് നമുക്കറിയാം. അടുത്തൊരു വീഡിയോ ആയിട്ട് ജപ്പാ ടോക്സിൽ വീണ്ടും കാണാം.